ആരംഭിക്കട്ടെ ഞങ്ങൾ കറിയാക്കറിയാന്ന് മറിയാക്കറിയാം. രണ്ടാമത്തെ മകൻ വർഗീസുട്ടെ, മൂന്നാമൻ ജോസൂട്ടെ, നാലാമത്തെ മകൻ ദൈവവിളി കേട്ടുപോയി. അവന്റെ പേര് തോമസ് കുട്ടി. സമയാസമയങ്ങളിൽ 3 പേരുടെ വിവാഹവും കഴിഞ്ഞു. തോമസ് കുട്ടി വഞ്ചിതനായി. അങ്ങനെ അവർക്ക് ഭാര്യയും കുഞ്ഞുമക്കളുമായി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചു ജീവിച്ചു. ഒരു ദിവസം അത് സംഭവിച്ചു. എല്ലാവർക്കും മാതാപിതാക്കളുടെ സ്വത്ത് വേണം. അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാകില്ല, ഒരിറ്റ സ്നേഹം കൊടുക്കാനാകില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയൊന്നുക. അപ്പച്ചനും അമ്മച്ചിയും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കുന്നില്ല. മക്കളാണ് പോലും മക്കൾ. നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാതിരുന്നുകൊണ്ട് ഒരു തീരുമാനമാകില്ല. തോമസ് കുട്ടി എന്ത് പറഞ്ഞാൽ അനുസരിക്കാൻ ഞാൻ ഒരുക്കോളുന്നു. ഞങ്ങളും അതിന് തന്നെയാണ് വന്നേക്കണത്. ഞങ്ങളും അങ്ങനെ തന്നെയല്ലേ വന്നത്. നിങ്ങൾ 3 പേരുണ്ടല്ലോ, 10 ദിവസം വീതം അപ്പച്ചനെ അമ്മച്ചിയെ നോക്കിയാൽ പ്രശ്നം തീർന്നില്ലേ? ശരി, സമ്മതിച്ചു. വാ അപ്പച്ച, അമ്മച്ചി വാ, എന്റെ വീട്ടിലേക്ക് പോവാം. എന്ത് വേണം? പിന്നെ വായിച്ചു പഠിച്ച് പരീക്ഷ എഴുതാൻ പോണല്ലേ? അവിടെ വല്ലയിടത്തും പോയി അടങ്ങി വന്നിരിക്കപ്പ. ഒരു വായനക്കാരൻ വന്നിരിക്കുന്നു. എന്താ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്ത് പറ്റി? ഒന്നുമില്ല ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നാ മതി. നാളെ വരാം. വേണ്ട, നീ കുറച്ച് ദിവസം അവധി എടുത്തോ. അല്ല, ഈ മുതുക്കനെ മുതുക്കി മുന്നിക്കാ കുത്തിരിക്കണ. അകത്തോട്ട് വാ, 100 കൂട്ടം പണിയുണ്ട്. എനിക്ക് സീരിയൽ കാണണം. എന്തോ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ചവനാണ് ഞാൻ. നിന്റെയും ജീവിതത്തിനിടയിൽ നക്ഷത്രങ്ങളായി പെയ്തു നൽകിയ നന്മകളായിരുന്നു നമ്മുടെ പൊന്നവരകൾ. ആ മക്കള് ആവതില്ലാത്ത കാലം വന്നപ്പോ ഉള്ളങ്കാലം തൊഴുകയാ, മുഖത്ത് കാവൽ തൊപ്പയാ. കർത്താവേ, എങ്ങനെയാ സഹിക്കുക? ഒന്ന് വിളിച്ചു നേരെ. ഇവിടെ വന്നപ്പോൾ തുടങ്ങിയ മഴ ഇതിങ്ങനെ പോയാ എന്താ ഒരു തീരുമാനം? ഇന്നും കൂടി കഴിഞ്ഞ നമുക്ക് ഇവിടുന്ന് പോകാം. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. വിരുന്നുകാരനെ ഒടിക്കാൻ ഭാര്യയും ഭർത്താവും വഴക്കിട്ട കഥ. മക്കളെ കണ്ടും മാതു കണ്ടും കൊതിക്കരുതെന്ന കാരണവന്മാര് പറയണത്. മഴയെ നീ എന്റെ കയ്യിൽ നിന്ന് മുട്ടം പിടിച്ചു. ജീവിതാന്തം വരെ ഒരു മടിയായി താനും തടലുമായി ഞാനും തന്നിക്കൂടെ. 4 മക്കൾ കണ്ണുകൾ ജീവിച്ചിരിക്കെ നിന്നെ ഒരു അനാഥയാക്കാൻ എനിക്ക് വയ്യടി. വേഗം നടന്നോടി, വേഗം നടന്നു. സൂര്യന്റെ ദുഃഖം വിട പറയുമ്പോ അറിയുമ്പോ. ഇങ്ങനെ
തകരും. ഡേർട്ടി ഫെല്ലോസ്. മോളെ, അപ്പന് മാറാരോഗമൊന്നുമില്ല. സാധാരണ ചുമയാ. അത് മാറിക്കൊള്ളും. മാറിക്കോളും. കുഴിയിൽ വെക്കണം. ഫ്രണ്ട്സ് വരുന്നുണ്ടല്ലോ, അവർ കാണാൻ കയറിപ്പോ. എന്താടാ, ഞങ്ങളെ അവര് കണ്ടാൽ കുറച്ചിലാണോ നിനക്ക്? ഈ അമ്മയുടെ ഒരു കാര്യം, അവർ വലിയ ആൾക്കാരാണ്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചു നിനക്കത് മറുപടി പറയാൻ പറ്റൂല. അവരെന്താടാ, മനുഷ്യന്മാരല്ലേ? അവർക്കും അപ്പനും അമ്മയും ഉണ്ടാവില്ലേ? ഓ, ഇതാ കുഴപ്പം. വാ തുറന്ന മണ്ടത്തരമേ പറയത്തുള്ളൂ. ദൈവത്തെ ഓർത്തപ്പം അകത്തേക്ക് കയറിപ്പോ. ആരാ പോയത്? അപ്പനമ്മയ? അല്ലല്ല, അത് ഇവിടുത്തെ സർവ്വത്തിന്റെ അപ്പനമ്മയല്ലേ? എന്റെ ഡാഡി മമ്മി അമേരിക്കയിലാ. ദ്രോഹി, സ്വന്തം അപ്പനെയും അമ്മയും ജീവനോടെ കല്ലറയിലടക്കം കൊതി കൊണ്ട് നിൽക്കുന്ന മൃഗമേ. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കണ്ടോ നീ? ഇടനെഞ്ചിന്റെ പോലെ മായ്ക്കാനാവാത്തതും കോറിയിട്ടൊരു സത്യ. നീയൊക്കെ ജനിച്ചു വീണന്ന് തൊട്ട് ഇന്നു വരെ നിന്നെയൊക്കെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. കൈ വളരുന്നതും കാല് വളരുന്നതും നോക്കി നിന്ന് നിർത്തി കൊണ്ടിട്ടുണ്ട്. ഇത് കണ്ടോടാ നിന്റെ പെറ്റത്തള്ള. ഈ കണ്ണിലൂടെ ഒഴുകുന്നത് കണ്ണീരല്ല, ചോരയാ ചോര. 10 മാസം ചുമന്നും നൊന്ത് പറ്റി വയറ്റിലാണല്ലോടാ മൃഗമേ നീ ചവിട്ടിയത്. ഇനി ഞങ്ങളിവിടെ നിന്നാ ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. പിന്നെ എന്താ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. വാടി മറിയാമേ, വാ പോകാൻ നമുക്ക്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ അപ്പച്ചനമ്മച്ചി ഈ ചായ എന്തോ എന്ന് ആരെയും കണ്ടില്ല. ഞങ്ങള് രാവിലെ മുതല് പള്ളിമുറ്റത്ത് ഇരിക്കുന്നതാ. ഞാൻ പിതാവിനെ കാണാൻ എറണാകുളം വരെ ഒന്ന് പോയി. ഉച്ചയ്ക്ക് വരും കഴിച്ചോ എന്ന് ചോദിച്ച ഇല്ല, ഒന്നും കഴിച്ചില്ല. എന്റെ ദൈവമേ, രാവിലെ മുതൽ പട്ടിണിയായിരുന്നു. നിങ്ങൾ എല്ലാവരും എല്ലാം സമ്മതിച്ച് പോയതല്ലേ? എന്നിട്ടെന്താ അപ്പനും അമ്മയും ആർക്കും വേണ്ടാത്ത പട്ടികളെ പോലെ ഈ പള്ളിമുറ്റത്ത് വൈകുന്നേരം വരെ പച്ചവെള്ളം പോലും കുടിക്കാതിരുന്നത്? ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം കൃത്യമായി നോക്കിയതാണ്. ഇന്ന് എന്റെ ദിവസമല്ല. ഞാനും കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം നോക്കി. ഇന്ന് എന്റെ ദിവസമല്ല. പിന്നെ ഇന്ന് എന്റെ ദിവസമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 10 ദിവസം ഇവർ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഇന്ന് എന്റെ ദിവസമല്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും ഇന്ന് എന്റെ ദിവസമല്ല. എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് ആർക്കും വേണ്ടാത്ത അനാഥരൻ. അപ്പനെയും അമ്മയെയും 10 ദിവസം നോക്കാൻ വീതിച്ചപ്പോ ഈ 31-ാം തീയതി മറന്നു. കഷ്ടം. നീ വിഷമിക്കണ്ട മോനെ. നീ വിചാരിച്ച ഞങ്ങളുള്ള അനാഥാലയത്തിൽ നോക്കാൻ കഴിയില്ലേ? എന്റെ ചേട്ടന്മാർക്കറിയോ ഈ അപ്പച്ചന്റെ അമ്മച്ചിന്റെയും കണ്ണീരിന്റെ വില? ഒരിക്കൽ നിങ്ങൾ ഈ കണ്ണീരിന് കണക്ക് പറയേണ്ടി വരും. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങൾ പ്രായമാണ്. എന്നെങ്ങനെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? തോമസ് കുട്ടി, അവരെ വഴക്ക് പറയണ്ട. അവരുടെ മനസ്സ് വിഷമിക്കും. വാ, നമുക്ക് പോകാം. അപ്പച്ചനപ്പച്ചി അനാഥാലയത്തിലൊന്നും പോകണ്ട, എന്റെ വീട്ടിലേക്ക് പോയി. എന്തിന്? നിങ്ങൾ ടൂർ പോകുമ്പോൾ പുറത്തിട്ട് പൂട്ടാനോ? അതോ വേലക്കാരിയെ പറഞ്ഞു വിട്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കാനോ? അത് കിട്ടിയത് പോലെ എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് ഞെക്കാൻ വളർത്തുമൃഗത്തോട് കാണിക്കുന്ന കാരുണ്യമെങ്കിലും കാണിക്കാതിരുന്നില്ലേ നിങ്ങൾക്ക് ഇവരോട്? വേണ്ട മോനെ, വേണ്ട. ഒന്നും പറയണ്ട. ഇവിടെ കൂടെ ഞങ്ങളെ വിടല്ലേ. എന്റെ ചേട്ടന്മാരൊന്ന് മനസ്സിലാക്കിയത് നല്ലതാണ്. സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്ന ഒരു ആക്ട് ഉണ്ട്. അത് പ്രകാരം ഒരു പരാതി ഇവർ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ കോടതി വരാന്തയിൽ കിടന്ന് നരകം, ശിക്ഷയും കിട്ടും. വേണ്ട മോനെ, വേണ്ട. കേസ് കൊടുത്തു വരേണ്ടതല്ല ഈ സ്നേഹവും സംരക്ഷണവും. ഈ തിരിച്ചറിവ് എന്റെ സഹോദരന്മാർക്ക് ഇല്ലാതെ പോയല്ലോ. ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഉള്ളതുകൊണ്ടാണ് മക്കൾ കോടതി കയറാത്തത്. അവരോട് ദൈവം ചോദിച്ചോളൂ. നമുക്ക് പോകാം. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. അത് ഭാവി തലമുറയുടെ പരിശീലന കളരിയാണ്.
ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും പ്രഥമ അധ്യാപകരാണ് മാതാപിതാക്കൾ. അതിനാൽ സ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, സൗഹൃദത്തിന്റെ സന്മാതൃകകൾ പകരാൻ നമ്മുടെ കുടുംബങ്ങൾക്കാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സർവേശ്വരന് ഇടമുണ്ടാകട്ടെ. അപ്പോൾ നാളെയുടെ പ്രതീക്ഷകളാകുന്ന ഇളം തലമുറയെ ലോകത്തിന് സമ്മാനിക്കാൻ നമ്മുടെ കുടുംബം